ഹേ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഈ സമയം രാത്രി 8 മണിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചെറിയ തട്ടുദോശ അടിക്കാൻ പോയാലോ? അപ്പോൾ വീട്ടിലാണെങ്കിൽ അമ്മയൊന്നും ഇല്ല കേട്ടോ. അമ്മയൊക്കെ ചേച്ചിയുടെ വീട്ടിൽ പോയേക്കുവാണ്. അപ്പോൾ വീട്ടിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് തട്ടുദോശ കിട്ടുമോ എന്ന് നോക്കാം. കാരണം നോമ്പ് സീസണൊക്കെ ആയതുകൊണ്ട് കടകളൊക്കെ ഫുൾ അവധിയായിരിക്കും. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ദേ നമ്മൾ ടൗണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദൂരം നമ്മൾ അലഞ്ഞൂട്ടോ. കാരണം ഒരു തട്ടുകട കണ്ടുപിടിക്കാനായിട്ട് ഈ നോമ്പൊക്കെ ആയതിൻ്റെ കടകൾ മൊത്തം അടച്ചു പൂട്ടി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി അലഞ്ഞതിന് ശേഷം 2 കട കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കയറി എന്തായാലും എന്നാ കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ കടയിൽ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. കാരണം വേറെ കടകളൊന്നും ഓപ്പൺ അല്ലല്ലോ. ഈ 2 കടകളുള്ളൂ. എല്ലാം അടച്ചു പോയതുകൊണ്ടേ നല്ല കടയിൽ നല്ല തിരക്കുണ്ട്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നതെന്ന് നോക്കാം. ഗൈസ്, അപ്പോൾ എന്തായാലും തട്ടടിക്കാൻ വന്നത് മൂഞ്ചിട്ടുണ്ട് ഗൈസ്. കാരണം വളരെ മോശം ഫുഡായിരുന്നു കേട്ടോ. കപ്പ ബിരിയാണി ഒരു 5 പൈസയ്ക്ക് ഉള്ളിലായിരുന്നു. എങ്ങനെയാണ് കഴിച്ചിട്ട് ആ കടയിൽ നിന്ന് ഇറങ്ങിയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. കൂടാതെ ഒരു കട്ടനും മേടിച്ച് കുടിച്ചു. അതൊന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി 5 പൈസയ്ക്ക് ഉള്ളിലായിരുന്നു ഗൈസ്. അപ്പോൾ അത് തട്ടടിക്കാൻ വന്നത് എങ്ങനെയായി, ഫുഡ് കൊള്ളൂലായിരുന്നു. കാരണം നമ്മൾ സ്ഥിരം കഴിക്കാൻ പോകുന്ന കടകളിൽ നമുക്ക് അറിയാം ഫുഡ് എത്രത്തോളം അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പുതിയതായിട്ട് ഒരു കടയിൽ പോകുമ്പോഴത്തേനും തട്ടുകടയിൽ പോകുമ്പോൾ അവിടുത്തെ ഫുഡ് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. പക്ഷേ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ 2 കടകളിലും. പക്ഷേ ഫുഡ് ഒരു കൊള്ളൂലായിരുന്നു. എന്തായാലും കുറച്ച് നേരം ടൗണിക്കിടയൊക്കെ ഇറങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോകാം. അടുത്ത് നല്ലൊരു സ്ഥലമുണ്ട് കേട്ടോ. നമുക്ക് അവിടെ പോയി കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാം. അങ്ങോട്ട് പോവാം. ഇതാണ് പുഴ. അപ്പോൾ ഈ പുഴയുടെ സൈഡിൽ കൂടെ തന്നെ ഒരു ഹൈവേ ആണ്. അപ്പോൾ ഈ അപ്പുറത്തെ സൈഡിൽ വീടുകളൊക്കെയാണ് കേട്ടോ. അവർക്കൊക്കെ വൈകിട്ട് നല്ല സുഖമായിരിക്കും. കാരണം ഇതിൽ കൂടെയൊക്കെ നല്ല നടക്കാനായിട്ട് നല്ല വൈബായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ നല്ല ഇരുട്ടത്തൂടെ പുഴയുടെ സൈഡിലുള്ള ഹൈവേ കൂടെ ഇങ്ങനെ നടക്കും കേട്ടോ. അപ്പോൾ ഈ ഹൈവേ വന്നിട്ട് ഒത്തിരി നാളൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ പുതിയൊരു ഹൈവേ ആണ്. നല്ല അത്യാവശ്യം ഒത്തിരി ആൾക്കാർ ഈ സൈഡിൽ കൂടെയുള്ള കടകളിൽ കൂടെയൊക്കെ ചായ കുടിക്കാനൊക്കെ വന്നിട്ടുണ്ടോ. അപ്പോൾ ഇവിടെ വെട്ടത്തിന് നല്ലൊരു കുറവുണ്ട്. കാരണം ഇടയ്ക്കിടയ്ക്കുള്ള പോസ്റ്റിക്കിടയ്ക്കേ ഉള്ളൂ സ്ട്രീറ്റ് ലൈറ്റ്. അപ്പോൾ കണ്ടോ ഇരുട്ടായി. ഇനിയിപ്പോൾ അടുത്ത പോസ്റ്റ് അങ്ങ് ദൂരെ കേട്ടോ. അപ്പോൾ വെട്ടത്തിൻ്റെ നല്ല കുറവുണ്ട്. അപ്പം എന്തേ സമയം ഏകദേശം 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഇരുട്ടത്തോടെ ഇങ്ങനെ നടക്കും കേട്ടോ. ഐസ് കണ്ടോ, അടിപൊളിയല്ലേ. അപ്പോൾ ഒരു 2 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഈ ഒരു ഹൈവേ. 2 അല്ല, ഒരു 1.5 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു ഈ ഒരു ഹൈവേ. നല്ല അടിപൊളിയാണ് ഗൈസ്. നൈറ്റ് ഇങ്ങനെ വന്ന് ഈ ഹൈവേ കൂടെയൊക്കെ നടക്കാൻ വേണ്ടി പൊളി വൈബാണ്. അപ്പം നമ്മളെ ഇടയ്ക്കൊക്കെ ആയിട്ട് ഇവിടെ വരാറുള്ളൂ ഫ്രണ്ട്സൊക്കെ ആയിട്ടേ ചായ കുടിക്കാനും. പിന്നെ ചായ കുടിക്കാനാണ് മെയിനായിട്ടും വരുന്നത്. ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഈ പുഴയുടെ കടവിക്കടയൊക്കെ വന്ന് ഇരിക്കാനും നല്ല രസമാണ്. പക്ഷേ ഇവിടെ നൈറ്റ് വന്ന് വീഡിയോ എടുക്കാൻ ഭയങ്കര പാടാണ് ഗൈസ്. കാരണം വെട്ടത്തിൻ്റെ നല്ല കുറവുണ്ട്. അപ്പോൾ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ്, പിന്നെ അങ്ങ് അപ്പുറം കേട്ടോ പിന്നെ വെട്ടം. അപ്പം അതുവരെ നമുക്ക് വെട്ടമില്ല. പിന്നെ ഇങ്ങോട്ടാണെങ്കിൽ വിട്ടുവിട്ടുള്ളൂ. വിട്ടുവിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അകലെയൊക്കെ ആയിട്ടാണ് വെട്ടം വരുന്നത്. കണ്ടോ ഇവിടുന്ന് ഇത്രയും ദൂരത്തിൽ പിന്നെ വെട്ടമില്ല. അപ്പോൾ രാത്രിയിൽ ഇതുപോലെ ഇരിക്കും നമ്മളിവിടെ വന്ന് വീഡിയോ എടുക്കുമ്പോൾ. പിന്നെ ഇങ്ങനെ നൈറ്റ് ഇതിൽ കൂടെയൊക്കെ നടക്കാൻ നല്ല ഒരു വൈബാണ് ഗൈസ്. തൊട്ടടുത്ത് പുഴ ഒഴുകുന്നു. ഇവിടെ ഹൈവേ. അപ്പോൾ ഇവിടെ സ്പീഡിന് വണ്ടികളൊക്കെ പോകുന്നതുകൊണ്ട് ബാരിക്കേഡുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ പിന്നെ അപകടമൊക്കെ കുറവായിരിക്കും. കണ്ടില്ലേ, തൊട്ടടുത്ത് പുഴയാണ് ഗൈസ്. അപ്പോൾ അവിടെ ഒരു കടവുണ്ട്. നമുക്ക് അവിടെ പോയി ഇറങ്ങാം കേട്ടോ. നമുക്ക് ഈ കടവിലൊന്ന് ഇറങ്ങി നോക്കാം കേട്ടോ. എന്തോരം വെള്ളമുണ്ടെന്ന് നോക്കാം. നല്ല ഇരുട്ടാണ് ഗൈസ്, ഒന്നും കാണത്തില്ല. അല്ലെങ്കിൽ പിന്നെ വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ വന്നൊക്കെ രാത്രിയിൽ വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ അടിപൊളിയായനെ. താഴത്തേക്ക് ഇറങ്ങാം. പുഴയിലൊക്കെ ഈ സമയം ഇറങ്ങി പോകുമ്പോൾ സൂക്ഷിക്കണം. ഇവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കും കേട്ടോ. എന്തോരം മീന ഗൈസ്.
പുഴയിൽ നിറച്ച് മീനുണ്ടോ. ഈ നിൽക്കണ മൊത്തം മീനാട്ടോ. ഗൈസ്, ആ കടവിലൊക്കെ വെട്ടം നല്ല കുറവുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വൈബ് പിടിച്ച് ഇങ്ങനെ നടക്കാം, അതാ നടക്കുള്ളൂ. കാരണം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓരോ വെട്ടമൊക്കെ കിട്ടും. അപ്പോൾ ആ വെട്ടത്തിൽ നമുക്ക് വീഡിയോ എടുക്കാം. എന്തായാലും നല്ലൊരു അടിപൊളി ഫീലാണ്. ഒത്തിരി ആൾക്കാർ വരുന്ന ഒരു ഏരിയ കേട്ടോ ഗൈസ്. കാരണം പുഴ സൈഡിൽ തന്നെ നല്ലൊരു ഹൈവേ, പിന്നെ ഒത്തിരി വണ്ടികളൊന്നും ഇതിലേ പോകാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ശാന്തമായ സ്ഥലമാണ്. പിന്നെ നൈറ്റൊക്കെ അപ്പുറം സൈഡിലൊക്കെ ഒത്തിരി പേര് ചൂണ്ടിയിടുന്നുണ്ട്. അങ്ങോട്ടൊന്നും നമുക്ക് പോകണ്ട. ഇവിടെ നൈറ്റൊക്കെ വന്ന് ചൂണ്ടിയിടാനൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. ഇപ്പോൾ ഒരുപാട് ദൂരം നമ്മളിങ്ങോട്ട് നടന്നു വന്നു കേട്ടോ. അപ്പോൾ കുറച്ച് അപ്പുറത്തെയാണ് നമ്മുടെ വണ്ടി ഇരിക്കുന്നത്. പിന്നെ നമുക്ക് അങ്ങോട്ട് നടന്നു പോകാം കേട്ടോ. അത്യാവശ്യം സമയം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഞാനൊരു ഏകദേശം ഒരു 8 മണിയായപ്പോൾ വന്നതാണ്. ഇപ്പോൾ സമയം 12 മണിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം നമ്മളിവിടെ അത്യാവശ്യം നല്ല സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഇരിക്കുന്ന അടുത്തേക്ക് നമുക്ക് നടക്കാം. കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഒരു മൂപ്പിന് ഇങ്ങോട്ട് നടന്നു വന്നാൽ ഇപ്പോൾ തിരിച്ചടക്കാൻ വലിയ പാടായി. വൈബ് പിടിച്ച് നടന്നു വന്നാൽ ഇതാണ് പാട്. എവിടെയെങ്കിലും ഇരുന്നായിരുന്നെങ്കിൽ പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ മതിയായിരുന്നു. ഇതിപ്പോൾ നമ്മൾ കുറച്ച് ദൂരം ഇങ്ങോട്ട് നടന്നു വന്നു. അപ്പോൾ നമുക്കിങ്ങനെ പയ്യെ നടക്കാം. എന്തെങ്കിലും എത്താണ്ടിരിക്കില്ല, കുറച്ചും കൂടെ ഉള്ളൂന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. അപ്പുറം വഴി ഒരു വണ്ടി പോകണമുണ്ടോ. അപ്പോൾ അവിടെയൊക്കെ ഉള്ളവർക്ക് എന്നെ സുഖമായിരിക്കും അല്ലേ. കാരണം രാവിലെ ഇറങ്ങാതെ അപ്പുറമൊക്കെ കടവുകളുണ്ട്. ഇവിടെ ഉണ്ടോ, ഇവിടെയൊക്കെ ആ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് തൊട്ട് കടവുണ്ട്. രാവിലെ ഇറങ്ങി പുഴയിൽ ഒരു കുളിയും കഴിച്ചിട്ട് നേരെ പോവുക. വൈകിട്ടൊക്കെ പുഴയിൽ വന്നിരിക്കുക. അതൊക്കെ നല്ലൊരു അടിപൊളി സെറ്റപ്പ് ആയിരിക്കും കേട്ടോ. ഇവിടെ മിക്ക അപ്പുറം വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ അവിടെ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ ഈ കാണുന്ന വള്ളമൊക്കെ കേട്ടോ. അതിപ്പോൾ നമുക്ക് ഇരുട്ടായതുകൊണ്ട് വീഡിയോയിൽ കാണത്തില്ല. നമുക്കാണെങ്കിൽ അവിടെ വീട്ടിൻ്റെ അടുത്തൊരു തോട് പോലും ഇല്ല. നല്ല ഉള്ള തോട്ടിലാണെങ്കിൽ വെള്ളവും ഇല്ല. പിന്നെ ആണെങ്കിൽ ഉള്ള മീനുകളായിട്ടൊന്നുമില്ല കേട്ടോ. ഒരു ചെറിയ പരൽക്കുഞ്ഞിനെ പോലും ഇപ്പോൾ കാണാനില്ല ഗൈസ്. നേരത്തേക്ക് ഇഷ്ടം പോലെ മീനുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ തോട്ടിലേക്കൊന്നും ആരും പോകാറുമില്ല. പിന്നെയും ഈ വേനൽക്കാലം ആകുമ്പോൾ നമ്മുടെ ഇവിടെ കനാലുണ്ട് ഒരു 5-6 കിലോമീറ്റർ അടുത്ത്. അപ്പോൾ ഇതിന് അവിടെ ഈ ഡാം തുറന്നു വിടും കേട്ടോ. അപ്പോൾ അവിടെ വെള്ളം ഉണ്ടാവും. അവിടെ നമ്മൾ കുളിക്കാൻ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ വീഡിയോ ഒരു ദിവസം നമുക്ക് ചെയ്യാം. അതപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ്. അക്കുഡേറ്റൊക്കെ ഉണ്ട്. നമ്മൾ ഈ കനാൽ പാലത്തിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ പോണ സെറ്റപ്പൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് പറ്റുവാണെങ്കിൽ അടുത്ത ദിവസം പോയിട്ട് എടുക്കാം കേട്ടോ. അത് നല്ല അടിപൊളി സ്ഥലമാണ്. അതൊക്കെ രാത്രി പോയ വീഡിയോ എടുക്കൽ നടക്കില്ല, രാവിലെ പോകണം. പക്ഷേ രാത്രിയൊക്കെ അവിടെ ഇഷ്ടം പോലെ കടവിക്കട ഇങ്ങനെ ആൾക്കാരെ കാണാം ഗൈസ്. ഒരു പട്ടി കുരക്കണെ കൊണ്ട് ശബ്ദം കിട്ടില്ല. ഞാനും തിരിഞ്ഞു നോക്കി കേട്ടോ. അത് വണ്ടിയിൽ 2 അവന്മാർ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് പോയതാട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞ് പേടിച്ചു പോയി എന്ന് പറഞ്ഞാൽ ഈ പട്ടി വന്നതുപോലെ ആയിരുന്നു. പക്ഷേ ഉമ്മാർ വണ്ടിയിൽ ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് പോയതാട്ടോ. അപ്പോൾ നമുക്കെന്തായാലും പോകാം ഗൈസ്. കാരണം ഒത്തിരി ടൈമായി. ഇനി നിന്നാൽ ഒത്തിരി വൈകി. ഇപ്പോൾ തന്നെ സമയം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പയ്യെ നൈസായിട്ട് നമ്മുടെ വണ്ടി ഇരിക്കുന്ന സ്ഥലത്തേക്ക് നടക്കാം. ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിലേ ഒത്തിരി താമസിക്കും. പിന്നെ വീട്ടിൽ ചെന്നിട്ട് നേരെ കിടന്നുറങ്ങാം. വേറെ പണിയൊന്നുമില്ലല്ലോ. ഇങ്ങനെ നമ്മുടെ വണ്ടി ഇരിക്കുന്നിടത്ത് എത്താറായിട്ടുണ്ടോ. അവിടെ ഇരിക്കണ നമ്മളെ വണ്ടി. കുറച്ച് ദൂരം നമ്മളിങ്ങോട്ട് നടന്നായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഒരു കടവുണ്ട് കേട്ടോ ഗൈസ്. കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ ഒരു രാവിലെ അല്ലെങ്കിൽ ഒരു ഉച്ച ടൈമിലൊക്കെ ഈവനിങ് ടൈമിലൊക്കെ വന്നായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. നമ്മളിപ്പോൾ രാത്രി വന്നുകൊണ്ട് ഇവിടെ വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇരുട്ടല്ലേ. കണ്ടോ, ഇവിടെയൊക്കെ നല്ല അടിപൊളി കടവുകൾ. ഇവിടെ ഒരു കടവ്, ഇവിടെയൊക്കെ സ്റ്റെപ്പുകൾ, നല്ല കടവുകളൊക്കെ ഇവിടെ ഉണ്ട്. വൈകിട്ടൊക്കെ വന്നിരിക്കാൻ നല്ല അടിപൊളി സ്ഥലമാണ്. പക്ഷേ ഇത് വീഡിയോ എടുത്ത് കാണിക്കാൻ നൈറ്റ് ആയതുകൊണ്ട് വെട്ടം കുറവായതുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല. അടിപൊളി പ്ലേസാണ് ഗൈസ്. കണ്ടോ, പുഴ ഒഴുകുന്നു. ഇപ്പോൾ വെള്ളം കുറവാട്ടോ. വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് പുഴയിൽ വെള്ളം കുറവാണ്. നല്ല വെള്ളമൊക്കെ ഉള്ള സമയത്ത്
ഇവിടെ വന്നിരിക്കാൻ അടിപൊളിയാണ്. എന്തായാലും ഇതേ നമ്മൾ ബൈക്കിരിക്കണോടത്ത് എത്തിയിട്ടുണ്ട്. നൈസായിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം ഗൈസ്. അപ്പോൾ ദേ നിങ്ങൾ വൈബ് ഓടിച്ച് ഇങ്ങനെ കുറേ ദൂരം നടന്നു പോകരുത്, അവസാനം ക്ഷീണിക്കും ഗൈസ്. അപ്പോൾ ദേ നമ്മളിങ്ങനെ വൈബ് ഓടിച്ച് നടന്ന് അങ്ങ് പോയതാണ്. അവസാനം ദേ നടന്ന് ക്ഷീണിച്ച് നമ്മൾ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദൂരം നടന്നു ഗൈസ്. അതാ മൂപ്പിനൊക്കെ നടന്നുപോയി. പിന്നെ തിരിച്ചടക്കാനുള്ള ഒരു സെറ്റപ്പ് വന്നപ്പോഴത്തേനും മടുത്തുപോയി. അപ്പോൾ ദേ എന്തായാലും നമ്മളിവിടുന്ന് പോവാടോ. അപ്പോൾ നമുക്കൊരു ഈവനിങ് ടൈമൊക്കെ ഇനി വരാം ഗൈസ്, എന്നാലേ ഈ പുഴയൊക്കെ നമുക്ക് കാണത്തുള്ളൂ. ഇപ്പോൾ ഇരുട്ടായതുകൊണ്ട് ഒന്നും കാണത്തില്ല. ഒത്തിരി താമസിച്ചാണ് നമ്മൾ വന്നത്. ഒരു ഈവനിങ് ടൈം 4 മണി 5 മണി ആ സമയത്തൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഈ സ്ഥലം ശരിക്കും കാണാമായിരുന്നു. നമ്മുടെ പുഴയൊക്കെ കാണാമായിരുന്നു. ഇപ്പോൾ ഇരുട്ടത്ത് പുഴയൊക്കെ ബാക്കിലൂടെ ഒഴുകുന്നുണ്ട്, പക്ഷെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു ഈവനിങ് ടൈമിൽ വരുവാണെങ്കിൽ നമുക്ക് കുറച്ച് അത്യാവശ്യം വെട്ടമൊക്കെ ഉണ്ടല്ലോ, ആ സമയത്ത് നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാമായിരുന്നു. ഇപ്പോൾ ഫുള്ള് ഇരുട്ടായിരിക്കും വീഡിയോയിൽ, അതുകൊണ്ട് ഒന്നും തന്നെ കാണത്തില്ല ഗൈസ്. അപ്പോൾ ഇനി വരുമ്പോൾ അത് നോക്കി ശ്രദ്ധിച്ച് വേണം വരാൻ. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇനി പറഞ്ഞ് ഇവിടെ നിന്ന് സമയം കളയുന്നില്ല, ഒത്തിരി താമസിച്ചു ഗൈസ്. 1 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം കേട്ടോ. ഫൈനലി ഗൈസ് ദേ നമ്മൾ വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ച് ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. വൈബ് പിടിച്ച് നടന്നതൊക്കെ. നമ്മളിപ്പോൾ പോയി ഇരുന്ന സ്ഥലത്ത് പിന്നെ ഫുഡ് കഴിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ തട്ടുകട തന്നെ ഉദ്ദേശിച്ച് പോയതാണ് നമുക്ക് ആ പ്രശ്നം പറ്റിയത്. പക്ഷേ നമ്മൾ സ്ഥിരം കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പോയി കഴിക്കുന്ന തട്ടുകട ഇന്ന് അവധിയായിരുന്നു ഗൈസ്, അതുകൊണ്ട് പറ്റിയ അബദ്ധമാണ്. അപ്പോൾ ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോയ സ്ഥലത്ത് ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നതാണ് കേട്ടോ. കാരണം ഫാമിലീസൊക്കെ ഒരുപാട് ഫുഡൊക്കെ കഴിക്കാനായിട്ട് വരുന്നതാണ്. കുറേ ചായ സ്പോട്ടുകളൊക്കെ അവിടെയുണ്ട്.